തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ ലിയാങ് ഒരു പ്രസന്റേഷൻ വലിയൊരു ഓഡിയൻസിന്റെ മുന്നിൽ നടത്തുന്നത് കാണിച്ചുകൊണ്ടാണ്. പ്രസന്റേഷന്റെ ടോപ്പിക് പൂച്ചകളെ പറ്റിയാണ്. ഇതിനു മുന്നേയും പൂച്ചകളെ പറ്റി താൻ നടത്തിയ റിസർച്ചിൽ നിന്നുള്ള കാര്യങ്ങൾ ലിയാങ് പബ്ലിക്കിലേക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആ കണ്ടെത്തലുകളൊക്കെ തന്നെ ശരിയാണെന്ന് തെളിയുന്നത് കൊണ്ട് തന്നെ ലിയാങ്ങിന്റെ ഈ ഒരു കാറ്റ് റിസർച്ചിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അങ്ങനെ പ്രസന്റേഷന് ശേഷം ഒരു Q&A സെക്ഷൻ ഉണ്ട്. അതിൽ തനിക്ക് നേരെ വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ലിയാങ് മറുപടി പറയുന്നു. അങ്ങനെ ആ ഒരു ചോദ്യോത്തര വേള അവസാനിപ്പിച്ച് പോകാനായി ഒരുങ്ങുന്ന സമയത്താണ് ലാസ്റ്റായി ഒരു ജേർണലിസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുന്നത്. ഈ അടുത്തായി പൂച്ചകളുടെ ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്ത് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ കൊണ്ടുവരുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയായിരുന്നു ടോപ്പിക്. അത് യൂസ്ഫുൾ ആണോ, എന്താണ് ലിയാങ്ങിന് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അത് വെറും വേസ്റ്റ് ആപ്പാണെന്നും അതിൽ പൂച്ചകൾ പറയുന്നതായി നമുക്ക് അവരുടെ ശബ്ദം ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കുന്ന വാക്കുകളെല്ലാം തെറ്റാണെന്നും ലിയാങ് പറഞ്ഞു പോകുമ്പോൾ എല്ലാവരും അത് വളരെ അമ്പരപ്പോടു കൂടിയാണ് കേട്ടിരുന്നത്. പൂച്ചകളെ സംബന്ധിച്ച കാര്യത്തിൽ ലിയാങ് പറയുന്നതിൽ ഒരു മാറ്റവും വരില്ല. ലിയാങ് പക്ക പെർഫെക്റ്റ് ആണെന്ന് അവർക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ പിന്നീട് അത് ഭയങ്കര ഒരു പ്രശ്നമായി മാറുന്നുണ്ട്. പൂച്ചയെ സ്നേഹിക്കുന്ന, പൂച്ചയെ വളർത്തുന്ന ഒരുപാട് പേര് അവരുടെ പൂച്ച എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കണം എന്ന ഒരു കാര്യത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പൊട്ട ആപ്ലിക്കേഷൻ ആണോ വൻ വില കൊടുത്ത് തങ്ങൾ പർച്ചേസ് ചെയ്തത് എന്ന രീതിയിൽ അവരൊക്കെ തന്നെ ഇപ്പോ വൻ പ്രതിഷേധം അവിടെ നടത്തുന്നുണ്ട്. നമ്മൾ കാണാറില്ല ചില സെലിബ്രിറ്റീസ് ചില പ്രോഡക്റ്റുകളുടെ ഒക്കെ പ്രൊമോഷൻ, അതായത് അവര് പ്രൊമോഷൻ എന്ന രീതിയിലല്ലാതെ അവരത് യൂസ് ചെയ്യുന്നു, അവർക്കത് ഇഷ്ടമാണ് എന്ന രീതിയിലൊക്കെ വീഡിയോസ് ആ ഒരു പ്രോഡക്റ്റുകൾക്ക് വൻ ഡിമാൻഡ് ആയിരിക്കും. അതേ കണക്ക് ചില സെലിബ്രിറ്റീസ് ആ ഒരു പ്രോഡക്റ്റ് വേണ്ടാന്ന് അവരുടെ ലൈഫിൽ ഇങ്ങനെ കാണിക്കുന്ന സമയം അതിന്റെ വാല്യൂവും കുറയാറുണ്ട്. ഒരു പ്രശസ്ത ഫുട്ബോൾ താരം കൊക്കക്കോള എങ്ങാണ്ട് ഒരു പൊതുവേദിയിൽ മാറ്റിവെച്ചപ്പോൾ അതിന്റെ ഷെയർസ് ഒക്കെ ഭയങ്കരമായി ഇടുകയും ആളുകൾ അത് വേണ്ട ഇനി കുടിക്കേണ്ട എന്നൊക്കെ ഉള്ള തീരുമാനം എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അതേ കണക്ക് ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉണ്ടാവുന്നത്. കാരണം പൂച്ചകളെ പറ്റിയുള്ള മേഖലയിൽ ഏറ്റവും ടോപ്പ് ലെവലില് അറിവോടുകൂടി നിൽക്കുന്ന ഒരാൾ ലിയാങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലിയാങ് വേണ്ടാന്ന് പറയുന്ന കാര്യങ്ങൾ യൂസ് ചെയ്യാനേ ആളുകൾ അപ്പോൾ തയ്യാറാവില്ല. ഇപ്പോ ആ കമ്പനിക്ക് നേരെ തന്നെ കസ്റ്റമേഴ്സിന്റെ ആക്രമണവും പ്രതിഷേധവും ഒക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു സമയം എങ്ങനെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടും, എന്ത് ചെയ്താലാണ് കമ്പനിയുടെ ആപ്പിന് നേരെ നടക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളൊന്ന് സോൾവ് ചെയ്യാൻ സാധിക്കുമെന്ന് കമ്പനിയിൽ ഒരു മീറ്റിംഗ് നടക്കുന്നു. ആപ്പ് പൂർണ്ണമായും മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കണോ അതോ അതിൽ വന്നിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ പരിഹരിച്ച് വീണ്ടും അത് റീലോഞ്ച് ചെയ്യണോ എന്ന ഡിസ്കഷൻ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രശ്നത്തിന്റെ കാര്യത്തിൽ ടെൻഷൻ ആയിരിക്കുന്നത് നമ്മുടെ കഥാനായികയായ മിയാണ്. കാരണം മിയാണ് ആ ആപ്പിന്റെ മെയിൻ ഡെവലപ്പർ. ഇത്രയും വലിയൊരു പ്രശ്നം ആ ഒരു ആപ്പിന്റെ പേരിൽ നടക്കുമ്പോൾ നിരവധി ആപ്പുകൾ ഡെവലപ്പ് ചെയ്ത് പരിചയമുള്ള ഒരു കമ്പനിയിൽ ഇങ്ങനെ പ്രശ്നം വന്നതിന്റെ മെയിൻ ഉത്തരവാദിത്വവും തീർച്ചയായും ആ ഒരു പ്രശ്നത്തിലുള്ള ആപ്പിന്റെ ഡെവലപ്പറായ മിയയിലേക്ക് തന്നെ ചെല്ലും. മിയയ്ക്ക് ആ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. ആ സമയത്ത് അവളുടെ സഹപ്രവർത്തകനായ ജെഫാണ് അവരുടെ ബോസിനോട് സംസാരിച്ച് കാര്യങ്ങളൊന്ന് പരിഹരിക്കാനായി കുറച്ച് സമയം മിയയ്ക്ക് നൽകാനായി ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു മാസത്തെ സമയത്തിനുള്ളിൽ മിയ ആപ്പിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ എത്തിക്കണമെന്ന് അവൾക്ക് ടാർഗറ്റ് നൽകുന്നു. അങ്ങനെ അതിന്റെ പണികൾ അവൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പൂച്ചകളുടെ പിറകെ നടന്ന് അവരുടെ സംസാരം റെക്കോർഡ് ചെയ്ത് ഈ ആപ്പ് വഴി അത് കറക്റ്റ് ആയി ഡീകോഡ് ചെയ്തെടുക്കാനൊക്കെ നോക്കുമ്പോൾ വിചാരിക്കുന്ന കണക്ക് റിസൾട്ട് വരുന്നില്ല. ആപ്പിൽ എന്താണ് പ്രധാന പ്രശ്നം എന്നത് മനസ്സിലാക്കാനും മിയയ്ക്ക് സാധിക്കുന്നില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ ദിവസങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കോവർക്കർ പറഞ്ഞതനുസരിച്ച് ലിയാങ്ങിനെ ചെന്ന് കാണണോ വേണ്ടയോ എന്ന ഒരു കൺഫ്യൂഷനിലായിരുന്നു മിയ ഉണ്ടായിരുന്നത്. ലിയാങ് ഒരിക്കലും തന്നെ ഈ ഒരു ആപ്പിന്റെ കാര്യങ്ങൾ പരിഹരിക്കാനായി സഹായിക്കില്ലായിരിക്കും എന്ന് അവൾക്ക് തോന്നിയിരുന്നു. എന്നിരുന്നാലും വേറെ വഴിയില്ലാതെ താൻ തന്നെ അങ്ങനെ ഒരു മുൻവിധി എടുക്കണ്ട, ഒന്ന് ചെന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം, സമ്മതിച്ചാലോ എന്ന ധാരണയിൽ ലിയാങ്ങിനോട് റിക്വസ്റ്റ് ചെയ്യാനായി പോകുന്നു. തുടർന്ന് രണ്ടും കൽപ്പിച്ച് ലിയാങ്ങിന്റെ താമസ സ്ഥലത്ത് ചെന്ന് കാണാനായി നോക്കുമ്പോൾ ഒരു രീതിയിലും ആള് സമ്മതിക്കുന്നില്ല. പക്ഷെ അവൾ അവിടെ കാത്തുനിന്ന് ഒടുക്കം സിമ്പതി തോന്നി ലിയാങ് അവളെ നേരിൽ കാണാനായി സമ്മതിക്കുന്ന സമയത്താണ് നേരിൽ കാണുമ്പോൾ ആകെ ഞെട്ടി പോകുന്നത്. കാരണം പണ്ടിവർ രണ്ടുപേരും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. പറഞ്ഞു വരുമ്പോൾ ലിയാങ്ങിന് മിയോട് ഒരു താല്പര്യമൊക്കെ അന്നേ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം എവിടേക്ക് പോകുന്നു, എന്തിനു പോകുന്നു എന്ന് പോലും പറയാതെ ലിയാങ് ദൂരേക്ക് താമസം മാറിപ്പോയി. അതിനുശേഷം അവർക്കിടയിൽ ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് വർഷങ്ങൾക്കിപ്പുറം ഇവർ കാണുന്നത്. കുറച്ചുനേരം രണ്ടുപേരും കുശലം പറയുന്നുണ്ടെങ്കിലും പിന്നീട് ആ ഒരു ആപ്ലിക്കേഷന്റെ കാര്യത്തെ പറ്റി മിയ പറയുന്നു. ആപ്ലിക്കേഷനിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് ലിയാങ് പറഞ്ഞ ശേഷം തന്റെ സ്ഥാപനത്തിന് ഭയങ്കര പ്രശ്നമാണെന്നും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഒന്ന് സഹായിക്കണമെന്നും അവൾ ആവശ്യപ്പെടുമ്പോൾ പറ്റത്തില്ല, ആ ആപ്ലിക്കേഷൻ വെറും വേസ്റ്റ്, അതിനി റെഡിയാക്കിയാലും പ്രത്യേകിച്ച് ഒരു ഉപയോഗം അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറയുന്ന അവൻ അവളെ മൈൻഡ് ആക്കാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ കാർ എടുത്ത് അവൻ മുന്നേക്ക് പോകുമ്പോൾ വളരെ വിഷമത്തിൽ കാറിന് പുറകെ അല്പനേരം മിയ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ആ കാഴ്ച ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ലിയാങ്ങും കാണുന്നു. അവൻ അപ്പോഴാണ് ഇവരുടെ പണ്ടത്തെ ഒരു ചില കാര്യങ്ങൾ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നില്ലേ മിയയോട് ലിയാങ്ങിന് ഒരു ക്രഷ് ഉണ്ടായിരുന്നു അവർ ക്ലാസ്മേറ്റ്സ് ആയിരുന്ന സമയത്തിൽ നിന്ന്. അവൻ ഒരു ദിവസം അവളെ വെയിറ്റ് ചെയ്ത് അവർ ഇടയ്ക്ക് കാണാറുള്ള ഒരു സ്പോട്ടിൽ നിൽക്കുന്ന സമയം അവിടെ ലിയാങ്ങിന് പണ്ടേ പൂച്ചകളെ വലിയ താല്പര്യമായിരുന്നത് കൊണ്ട് വളർത്തുന്ന കുറച്ച് പൂച്ചക്കുട്ടികൾ
ഉണ്ടായിരുന്നു. അവൻ അവരുടെ കൂടെ സമയം ചെലവഴിക്കുകയും ഫുഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അവിടെ അവൻ ഇരിക്കുന്ന സമയത്ത് വരാമെന്ന് പറഞ്ഞ മിയെ കാണുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് ഒന്ന് അവളെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അവളെ ഇവരുടെ സ്കൂളിലെ തന്നെ ചില ബുള്ളി പയ്യന്മാർ ഉപദ്രവിക്കാൻ നോക്കുന്ന കാഴ്ച ലിയാങ് കാണുന്നത്. അത് കണ്ടപാടെ വേഗം തന്നെ അവിടേക്ക് ചെന്ന് അവളെ അവൻ ഹെൽപ്പ് ചെയ്യാനായി നോക്കുന്നു. പക്ഷെ അവർ കുറച്ചധികം പേരുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ലിയാങ്ങിനെ അവർ ആക്രമിക്കുകയാണ്. ആ സമയം ലിയാങ് വളർത്തിയിരുന്ന പൂച്ചകൾ ഇത് കാണുകയും അവനെ രക്ഷിക്കാനായി ആ പയ്യന്മാരുടെ മേത്തേക്ക് ചാടി വീണ് കടിക്കുകയും മാതയൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഒരു പൂച്ചയിൽ നിന്ന് ലിയാങ്ങിന് അബദ്ധവശാൽ കടിയേൽക്കുന്നു. ആ ഒരു സംഭവത്തോടുകൂടി അവൻ ഒരു ക്യാറ്റ് മാനായി മാറുകയാണ്. ഒരു മനുഷ്യനും പൂച്ചയുമായി അവന്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണം. അതിനായി ഒരു 9 വർഷങ്ങൾ അവൻ ഒരു ക്യാറ്റ് മാൻ ആണ് എന്നത് മറ്റാരും അറിയാതെ രഹസ്യമായി അവൻ കൊണ്ടു നടക്കണം. കൂടാതെ ഒരു ലിമിറ്റിൽ കൂടുതൽ ഒരു ഇമോഷനും അവനെ കൺട്രോൾ ചെയ്യാൻ പാടില്ല. അത് സന്തോഷമായാലും സങ്കടമായാലും ദേഷ്യമായാലും റൊമാൻറ്റിക് ഇമോഷനായാലും എന്ത് തന്നെ ആയാലും ഏതൊരു ഇമോഷനും ഒരു അളവിൽ കൂടുതൽ അവന് തോന്നിക്കഴിഞ്ഞാൽ ആ സമയം അവന്റെ ഉള്ളിലെ ആ ഒരു ശാപം അവനെ പൂച്ചയാക്കി മാറ്റും. അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള ഇഷ്ടം മിയോട് തുറന്നു പറയാനോ അവളെ പ്രണയിക്കാനോ ഒന്നും അവൻ ആ സമയം കഴിയുമായിരുന്നില്ല. 9 വർഷങ്ങൾ ഇതുപോലെ അവന്റെ ഈ രഹസ്യം ആരും അറിയാതെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അവൻ ഈ ശാപമുക്തി ലഭിക്കൂ. അതുകൊണ്ട് ആരോടും പറയാതെ അവൻ രഹസ്യമായി നാട് വിട്ടുപോയി. അവനൊരു ഓർഫൺ ആയതുകൊണ്ട് തന്നെ അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായി മറ്റു സോഴ്സുകളൊന്നും മിയയ്ക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മിയെ കാണുന്ന ലിയാങ് കാര്യങ്ങളൊക്കെ ഓർത്ത് ഡ്രൈവ് ചെയ്ത് പോകുന്ന ടീം അവന്റെ ശ്രദ്ധ പാളുന്നത് ഒരു ആക്സിഡന്റിൽ കലാശിക്കുന്നു. ആക്സിഡന്റ് കണ്ട് നിരവധി പേർ ഓടിക്കൂടുന്നുണ്ട്. അവർ കാറ് പരിശോധിക്കുമ്പോൾ അകത്ത് ഒരു മനുഷ്യ സാന്നിധ്യവും അവർക്ക് കാണുന്നില്ല. ഈ കാറിലെ മനുഷ്യനെന്തിയെ? കാറിലെ മനുഷ്യനില്ലാതാണോ ഇത് ഇത്രയും നേരം ഓടിയത് എന്ന മട്ടിൽ അവർ നോക്കി നിൽക്കുമ്പോഴേക്കും അവർ കാണാതെ കാറിന്റെ അടിയിൽ നിന്ന് ഒരു പൂച്ചക്കുഞ്ഞ് പോകുന്നത് നമുക്ക് കാണാം. പെട്ടെന്ന് ആക്സിഡന്റ് ആയ ആ ഒരു ഷോക്കില് ലിയാങ് ഒരു പൂച്ചയായി അപ്പോഴേക്കും ട്രാൻസ്ഫോം ആയിട്ടുണ്ടായിരുന്നു. ആരും കാണാതെ അവൻ വേഗം അവിടെ നിന്ന് മാറുന്നു. അങ്ങനെ അവിടെ നിന്ന് ഓടിപ്പോകുന്ന നമ്മുടെ പൂച്ച ലിയാങ്ങിനെ അങ്ങോട്ടേക്ക് എത്തുന്ന മിയ കാണുകയാണ്. അവൾ ആ പൂച്ചയെ കണ്ട് വളരെ ക്യൂട്ടായി തോന്നി അതിനെ എടുക്കുന്നു. ആ സമയത്താണ് അതിന്റെ ശരീരത്തിൽ മുറിവുകൾ പറ്റിയിരിക്കുന്നത് അവൾ കാണുന്നത്. വേഗം തന്നെ വെറ്റിനറി ഡോക്ടറിനെ കാണിക്കാനായി കൊണ്ടുപോകുന്നു. അതിനുശേഷം നേരെ വീട്ടിലേക്കും കൊണ്ടുപോകുന്നു. റോഡിൽ കളഞ്ഞു കിട്ടിയ നിലയിൽ അവൾക്ക് കിട്ടിയ ഈ പൂച്ച തന്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന ലിയാങ് ആണ് എന്നത് അവൾക്ക് അറിയയില്ല. പൂച്ച കണ്ട് വളരെയധികം ക്യൂട്ട്നെസ് തോന്നി അതിനെ ഒറ്റയ്ക്കിട്ട് പോകാൻ മനസ്സിലാതെ അവൾ കൂട്ടിക്കൊണ്ട് വന്നതാണ്. വീട്ടിലെത്തിയ ശേഷം ആ പൂച്ച അവൾ നന്നായി പരിചരിക്കുമ്പോൾ അത് തിരിച്ച് വളരെ സ്നേഹമാണ് അവളോട് കാണിക്കുന്നത്. അടുത്ത് ഇങ്ങനെ തൊട്ടുരുമിയും ഒക്കെ അവളുടെ അടുത്തിരിക്കുന്നു. എന്തായാലും ഈ സമയത്താണ് നമ്മൾ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. യഥാർത്ഥത്തിൽ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ലിയാങ് മിയെ ഇഷ്ടപ്പെട്ട കണക്ക് തന്നെ മിയയ്ക്കും അവനോട് ഉണ്ടായിരുന്നു എന്നതാണ്. പക്ഷെ അത് അവൻ അറിയില്ല. എന്തായാലും അവൾ ഇങ്ങനെ വീട്ടിലുള്ള സമയത്ത് ലിയാങ്ങുമായിട്ടുള്ള മീറ്റിംഗിൽ എന്തെങ്കിലും പോസിറ്റീവ് റിസൾട്ട് ഉണ്ടോ എന്ന് അറിയാനായി അവളെ ബോസ് വിളിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ആയിട്ടില്ല എന്ന് അവൾ നിരാശയോടുകൂടി പറയുമ്പോൾ വിഷമിക്കേണ്ട, പ്രതീക്ഷ കൈവിടാതെ വീണ്ടും വീണ്ടും ശ്രമിക്കണം, എന്തെങ്കിലും ഒരു റിസൾട്ട് നമുക്ക് പോസിറ്റീവായി കിട്ടാതിരിക്കില്ല എന്ന് അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അതിനെപ്പറ്റി വലിയ പ്രതീക്ഷയില്ലാതാണ് അന്ന് രാത്രി ഉറങ്ങാനായി മിയ പോകുന്നത്. അവൾ ഉറങ്ങിയ ശേഷം പൂച്ചയുടെ രൂപത്തിലുണ്ടായിരുന്ന ലിയാങ് വീണ്ടും മനുഷ്യരൂപത്തിലേക്ക് വരുന്നു. അവൻ അവളെ ഉണർത്താതെ പതിയെ അവൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ആപ്പിന്റെ കാര്യങ്ങളൊക്കെ ലാപ്ടോപ്പിൽ നോക്കുന്നത് നമുക്ക് കാണാം. അതിനുശേഷം ശബ്ദിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ എന്തായാലും അടുത്ത ദിവസം ലിയാങ് വീട്ടിലുള്ളപ്പോൾ അവനെ കാണാനായി അങ്ങോട്ടേക്ക് മിയ വരുന്നുണ്ട്. പക്ഷെ ആദ്യം അവളെ കാണുന്നത് ലിയാങ്ങിന്റെ കൂടെയുള്ള ഷാവോ ആയിരുന്നു. ഷാവോ ലിയാങ്ങിന്റെ വലം കൈയായി അവന്റെ കൂടെ നടക്കുന്ന അവനെ കണക്ക് തന്നെയുള്ള ഒരു ക്യാറ്റ് മാൻ ആണ്. ലിയാങ്ങിന് 9 വർഷങ്ങൾ പൂർത്തീകരിച്ച് അവന്റെ ശാപം മാറാനായി ഏതാണ്ട് ഇനി 1 മാസത്തെ കാലയളവും കൂടിയേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായി ശാപം മാറാതിരിക്കരുതെന്ന കാര്യത്തിൽ ഷാവോ ഭയങ്കര കൺസേൺ ആണ്. അതുകൊണ്ട് തന്നെ മിയെ ലിയാങ്ങിന്റെ അടുത്തേക്ക് അടുപ്പിക്കാനേ അവൻ തയ്യാറല്ല. അന്നത്തെ ദിവസം ലിയാങ്ങിനെ കാണാനായി മിയയെ ഷാവോ അനുവദിച്ചില്ലെങ്കിൽ അവൾ വീണ്ടും വീണ്ടും ലിയാങ്ങിനെ കാണാനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒടുക്കം ലിയാങ്ങും അവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് സമ്മതിക്കാണ്. പക്ഷെ അതറിയുന്ന ഷാവോ ഭയങ്കര ടെൻഷൻ ആവുമ്പോൾ നീ പേടിക്കേണ്ട, മനുഷ്യനായി മാറുക എന്നത് എന്റെ ലൈഫിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യവും ആഗ്രഹവുമാണ്. അതുകൊണ്ട് അതിനൊരു പ്രോബ്ലം വരുന്ന രീതിയിൽ ഞാനൊരു ക്യാറ്റ് മാൻ ആണ് എന്നത് മറ്റാരും അറിയാനായി ഞാൻ ഒരു സാഹചര്യവും സൃഷ്ടിക്കില്ലാന്ന് ഷാവോയ്ക്ക് ലിയാങ് ഉറപ്പ് കൊടുക്കുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും മിയയ്ക്ക് മറ്റൊരു പ്രശ്നം അവൾ അറിയാതെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടായിരുന്നു. അത് മിയയുടെ കൊളീഗായ ജെഫും മറ്റൊരു കൊളീഗായ വേയും കൂടി ചേർന്ന് മിയെ കൊണ്ട് എങ്ങനെയെങ്കിലും അവൾ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു ആപ്ലിക്കേഷന്റെ എല്ലാ ഫോൾട്ടും മാറ്റി അത് കംപ്ലീറ്റ് ആക്കി എടുത്ത ശേഷം അവളെ പറ്റിച്ച ആ ഒരു ആപ്പ് സ്വന്തമാക്കി അത് ഇവരുടെ കോമ്പറ്റീറ്റർ കമ്പനിക്ക് വിറ്റ് നല്ല കാശ് വാങ്ങിച്ച് ആ കാശും കൊണ്ട് നാട് വിടാം എന്ന പ്ലാൻ ആയിരുന്നു. അത് മിയയ്ക്ക് അറിയാത്തതുകൊണ്ട് തന്നെ എപ്പോഴും മിയെ കണ്ട് എങ്ങനെയുള്ള ആപ്പ് ശരിയാക്കി എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവർ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ തന്റെ നല്ല സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സഹപ്രവർത്തകർ എന്ന രീതിയിൽ അവർ തന്നെ മോട്ടിവേറ്റ് ചെയ്യുകയാണെന്നേ അവൾ കരുതിയിരുന്നുള്ളൂ. അങ്ങനെ ഇതേ സമയം ആപ്പിന്റെ തെറ്റുകളൊക്കെ പരിഹരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ലിയാങ്ങും മിയയും ഒന്നിച്ചുള്ള സമയത്ത് അവളുടെ പ്രസൻസ് അവളോടുള്ള അവന്റെ സ്നേഹം മൂലം അവനെ വളരെയധികം ഇമോഷണൽ ആക്കുന്നുണ്ട്. അതിപ്പോ പ്രണയം എന്ന ഒരു ഇമോഷൻ ആണെങ്കിലും
നൊസ്റ്റാൾജിയ എന്നൊരു ഇമോഷൻ ആണെങ്കിലും സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഇമോഷൻ ഒരു അളവിൽ കൂടിക്കഴിഞ്ഞാൽ അവൻ പൂച്ചയായി മാറുമെന്ന കാര്യം കൊണ്ട് ഇവൾ തന്റെ രഹസ്യം മനസ്സിലാക്കാതിരിക്കാനായി അവളെ അവോയ്ഡ് ചെയ്യാനായി വെറുതെ അവളുടെ അടുത്ത് ബഹളം വെച്ച് അവളെ വണ്ടിയിൽ നിന്ന് അവൻ ഇറക്കി വിടുന്നു. അത് അവൾക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. വെറുതെ തന്നോട് എന്തിനാണ് ഇവൻ പ്രശ്നമുണ്ടാക്കുന്നതെന്ന് ചിന്തിച്ച് നിരാശയോടെ മടങ്ങി പോകുന്ന അവൾ ഒരു കൊളീഗിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു പക്ഷേ അവനെ നിനക്ക് നീ വിചാരിക്കുന്ന രീതിയിൽ കാര്യം കാണാനായിട്ട് ഒന്ന് മയക്കി എടുത്തൂടെ, കുറച്ച് ഹോട്ടായിട്ടൊക്കെ ഡ്രസ് ചെയ്ത് പോയാൽ തീർച്ചയായും നിന്നെ ഹെൽപ്പ് ചെയ്യാനായി അവന് ചിലപ്പോൾ തോന്നിയാലോ എന്നെല്ലാം കൊളീഗ് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുമ്പോൾ അതേപടി മിയ ഒരുങ്ങി പോകുന്നുണ്ട് ലിയാങ്ങിനെ കാണാനായി. അവളുടെ ആ വരവ് കാണുമ്പോൾ ലിയാങ്ങും ഷാവോയും ഒരേ നിമിഷം എന്ത് ഭംഗിയാണെന്ന മട്ടിൽ വാ പൊളിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ അടുത്ത നിമിഷം ഈ ഒരു ഇമോഷൻ അവരെ പൂച്ചയാക്കുമെന്ന് മനസ്സിലാക്കുന്ന അവർ വേഗം സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ഓടുന്നു. അവിടെ എത്തിക്കഴിയുമ്പോഴാകട്ടെ അവർ പൂച്ചയായി മാറുന്നുണ്ട്. കൂടാതെ എന്റെ ഗേൾ ഫ്രണ്ടിനെ നീ നോക്കുവാടാന്ന് ചോദിച്ച് ഷാവോയുടെ അടുത്ത് ലിയാങ്ങും ഗുസ്തിക്ക് ചെല്ലുന്നു. അകത്ത് കാത്തു നിൽക്കുകയായിരുന്ന മിയ മുകളിൽ നിന്ന് വരുന്ന ഈ ശബ്ദം കേട്ട് എന്താണെന്ന് മനസ്സിലാക്കാനായി വേഗം അങ്ങോട്ടേക്ക് സ്റ്റെപ്പ് കയറി പോകുമ്പോൾ തന്നെ ഈ വെളുത്ത പൂച്ചയുടെ രൂപത്തിൽ കണ്ടാൽ തീർച്ചയായും അവളുടെ വീട്ടിലുണ്ടായിരുന്ന പൂച്ചക്കുട്ടി താനാണെന്ന്, അവളുടെ വീട്ടിലുണ്ടായിരുന്ന പൂച്ചക്കുട്ടി ഇത് തന്നെയാണെന്ന് അവൾ മനസ്സിലാക്കുമെന്ന കാര്യം കൊണ്ട് വേഗം അവിടെ നിന്ന് ഷാവോയും ലിയാങ്ങും ഒരുവിധം രൂപം മാറ്റിയെടുക്കുന്നു. അങ്ങനെ അവർ അവൾക്ക് ഡൗട്ട് തോന്നാതിരിക്കാനായി പെട്ടെന്നൊരു പാട്ടിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മിയ വരുന്നത്. അവിടെ സ്കൂൾ കാലഘട്ടത്തിൽ ഇവർ ഒന്നിച്ച് കേൾക്കാറുണ്ടായിരുന്ന രണ്ടുപേരുടെയും വളരെ ഫേവറേറ്റ് ആയ ഒരു സോങ് അപ്പോൾ പ്ലേ ചെയ്തിരുന്ന പാട്ടിന് ശേഷം വരുന്ന സമയം അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ പാട്ട് ഇപ്പോഴും ഇഷ്ടമാണല്ലേ? വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും എന്റെ ഓർമ്മ കണക്ക് നീ ഈ പാട്ട് കേൾക്കുന്നെങ്കിൽ തീർച്ചയായും നിനക്ക് എന്നോട് എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നിരിക്കുമല്ലോ, പിന്നെ എന്തിനാ എന്നോട് ഇപ്പൊ ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത്? എന്നെ നിനക്ക് ഇഷ്ടമല്ലേ? എന്താ എന്നോടൊന്നും തുറന്നു പറയാത്തത് എന്നെല്ലാം അവൾ ചോദിക്കുമ്പോൾ ഇനിയും തനിക്കിത് തുറന്നു പറയാൻ സമയമായിട്ടില്ല, ഒരു മാസവും ഇനിയും കടന്നു പോകാനായിട്ടുണ്ട്, അതുവരെ പ്രണയിക്കാൻ പാടില്ല എന്ന കാര്യം കൊണ്ട് അവൻ എനിക്ക് ഇതിനോട് ഒരു താല്പര്യമില്ലെന്നും ചുമ്മാ മെനക്കെടുത്താതെ പോകണമെന്നും പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടുന്നു. അവൻ അവൾ ഇവിടെ നിന്ന് പോകാനായി വളരെയധികം ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അത് കേട്ട് വളരെ വിഷമത്തിൽ അവിടെ നിന്ന് മിയ പോകുന്ന ടീം അങ്ങനെയൊക്കെ അവളോട് പറയേണ്ടി വന്നല്ലോ, തന്റെ സാഹചര്യം ഇതായി പോയല്ലോ എന്ന് ലിയാങ്ങും ഭയങ്കര സങ്കടത്തിലായിരുന്നു. വീട്ടിലേക്ക് ചെന്ന ശേഷം അവൾ അവിടെ അവളുടെ പൂച്ചയെ തിരക്കുന്നുണ്ട്. പക്ഷെ അതിനെ കാണാതെ അവൾക്ക് ഒരു സമാധാനവും ഇല്ല. എന്തോ ആ പൂച്ചയെ കളഞ്ഞു കിട്ടിയതിനു ശേഷം തന്റെ കൂടെ ആരോ ഉണ്ട് എന്നൊരു തോന്നൽ അവളുടെ മനസ്സിന് ധൈര്യം നൽകിയിരുന്നു. പക്ഷെ ഇപ്പോ ഇല്ലാണ്ടായപ്പോ അവൾക്ക് ഭയങ്കര സങ്കടം. അത് മനസ്സിലാക്കുന്നവൻ വീണ്ടും പൂച്ചയുടെ രൂപത്തിലേക്ക് മാറി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഒരു പൂച്ചയായി അന്ന് അവളുടെ വീട്ടിൽ നിൽക്കുന്ന അവൻ അവൾ ഉറങ്ങിയ ശേഷം അവളുടെ ഡയറി എടുത്ത് വായിക്കുന്നു. അപ്പോഴേക്കും അവൻ വീണ്ടും മനുഷ്യരൂപത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഡയറി വായിക്കുമ്പോഴാണ് എത്രത്തോളം അവൾ സ്കൂൾ കാലഘട്ടത്തിൽ അവനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നത് അവന് ബോധ്യമാവുന്നത്. അവൻ ഭയങ്കരമായി ഇമോഷണൽ ആവുന്നുണ്ട്. അവൾ തന്നെ ഇത്രയും ഇഷ്ടപ്പെട്ടിട്ടും അവളെ തിരിച്ച് പ്രപ്പോസ് ചെയ്യാനായി തനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന കാര്യമോർത്ത് അങ്ങനെ അവൻ വീണ്ടും അവിടെ നിന്ന് പൂച്ച രൂപത്തിൽ പുറത്തേക്ക് കടക്കുന്നു. അങ്ങനെ പിന്നീട് ആ ഒരു ആപ്ലിക്കേഷൻ അവൾക്ക് കംപ്ലീറ്റ് ചെയ്ത് നൽകാനായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാനായി ലിയാങ് തുടങ്ങുന്നു. രണ്ടുപേരും ഒന്നിച്ച് പൂച്ചകളുടെ പല കാര്യങ്ങളും മനസ്സിലാക്കി ആ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. അങ്ങനെ അതിന്റെ റിസർച്ച് വർക്കൊക്കെ ചെയ്ത പെൻഡ്രൈവ് മിയയ്ക്ക് ലിയാങ് കൈമാറുമ്പോൾ അവൾ അതുമായി ബാക്കി വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ അടുത്ത ദിവസം ബോസിന്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യാനായി വളരെ സന്തോഷത്തിൽ ഓഫീസിലേക്ക് പുറപ്പെടുന്ന സമയം അവളെ കുറച്ച് പേരെത്തി തട്ടിക്കൊണ്ടു പോവാണ്. ജെഫും വേയും കൂടി ചേർന്നാണ് മിയെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. അവളുടെ ആപ്പ് അവർക്ക് സ്വന്തമാക്കാനായിട്ടാണെന്ന്. അപ്പോഴേക്കും ഓഫീസിൽ മിയ എത്താതെ ആ ഒരു ആപ്പിന്റെ കാര്യങ്ങൾ ജെഫ് കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ അവളുടെ മറ്റൊരു കൊളീഗായ മോമോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. മോമോ മിയയുടെ അടുത്ത് വളരെ സത്യസന്ധനായി സൗഹൃദം പുലർത്തുന്ന ഒരു സഹപ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ അവളെ സഹായിക്കാനായി തീരുമാനിക്കുന്നവൻ അവൾ ഈ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തത് ലിയാങ്ങിന്റെ സഹായത്തോടു കൂടിയാണ് എന്ന് മനസ്സിലാക്കി ലിയാങ്ങിനെ വേഗം ചെന്ന് വിവരം അറിയിക്കുന്നുണ്ട്. മിയ അപകടത്തിലാണെന്ന് അറിയുമ്പോൾ ഷാവോയുടെയും കൂടി സഹായത്തോടു കൂടി മിയയെ രക്ഷിക്കാനായി ലിയാങ് തീരുമാനിക്കുന്നു. എങ്ങോട്ടേക്കാണ് മിയെ തട്ടിക്കൊണ്ടു പോയതെന്ന് അറിയാത്തത് കൊണ്ടും CCTV ഫുട്ടേജ് ഒന്നും അവർക്ക് അങ്ങനെ ലഭിക്കാത്തത് കൊണ്ടും റോഡ് നീളെയുള്ള പല പൂച്ചകളെയും കണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മിയെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ലിയാങ് എത്തുന്നുണ്ട്. പക്ഷെ അവൻ അവിടെ എത്തുമ്പോഴേക്കും അവനെയും ശത്രുക്കൾ ആക്രമിച്ച് ബന്ദിയാക്കുകയാണ്. അവരിവിടെ പട്ടിണിക്കിട്ടേക്ക്, അവർ ഉടനെ തന്നെ മരിച്ചോളും, ഞങ്ങൾ എന്തായാലും ആപ്പ് വിൽക്കാനായി ജപ്പാനിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ തന്റെ ഇത്രയും നാളത്തെ പരിശ്രമം എല്ലാം വിഫലമാകുമല്ലോ എന്ന് മിയ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്നത് കാണുന്ന ലിയാങ് അവളോട് എനിക്കിപ്പോ വേറെ ഒരു വഴിയില്ല, ഞാനിത് ചെയ്യുന്നത് കണ്ടൊരിക്കലും നീ പേടിക്കരുതെന്ന് പറഞ്ഞ് അവൻ അവളുടെ കൺമുന്നിൽ വെച്ച് ഒരു പൂച്ചയായി മാറുന്നു. ആ ഒരു സമയത്ത് അവൾക്ക് അത് ഭയങ്കര അമ്പരപ്പായിരുന്നു. എന്തായാലും പൂച്ചയായി മാറിയ അടുത്ത നിമിഷം തന്നെ കെട്ടഴിഞ്ഞ് താഴെ വീഴുന്ന ലിയാങ് വീണ്ടും മനുഷ്യരൂപത്തിലേക്ക് മാറി അവരെ ആക്രമിക്കുകയാണ്. അവൻ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ശത്രുക്കൾ ഇത്രയും പേരില്ല, അതുകൊണ്ട് തന്നെ അവനെ അവർ അടിച്ചു തോൽപ്പിക്കുമെന്ന അവസ്ഥയാകുമ്പോഴേക്കും ഷാവു അവിടേക്ക് മറ്റു കുറെ പൂച്ചകളുമായി എത്തുന്നുണ്ടായിരുന്നു. മിയയുടെ വീടിന്റെ അവിടെ നിന്നല്ലേ അവളെ ഈ ശത്രുക്കൾ തട്ടിക്കൊണ്ടുപോയത്. അപ്പോ അവിടെ വാതിൽക്കലൊക്കെ കുറച്ച് പൂച്ചകൾ ഉണ്ടായിരുന്നു. ആ പൂച്ചകളുടെ ഒക്കെ സഹായത്തോടു കൂടി ഒക്കെയാണ് ഈ വണ്ടി എങ്ങോട്ടേക്കാണ് പോയത്, ഏത് മോഡൽ വണ്ടിയിലാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന കാര്യങ്ങളൊക്കെ പൂച്ചകളായി ഡിസ്കസ് ചെയ്ത് കണ്ടുപിടിച്ച് ഒടുക്കം അവരിവിടെ എത്തിയത്.
അങ്ങനെ ശത്രുക്കളെ അടിച്ചു തോൽപ്പിച്ച് ആപ്പിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന പെൻഡ്രൈവും അവർ തിരിച്ചു നേടുന്നു. ഈ ഒരു സമയം ഞാൻ ഈ കണ്ട കാര്യങ്ങളുടെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് മിയ ഒരു ഞെട്ടലോടുകൂടി ലിയാങ്ങിനോട് തിരക്കുമ്പോൾ താൻ ഒരു കാറ്റ് മാൻ ആണെന്ന സത്യങ്ങളൊക്കെ അവൻ തുറന്നു പറയുന്നുണ്ട്. കൂടാതെ അവളോട് ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിലും അവളുടെ കൂടെ തനിക്ക് ഈ സാഹചര്യത്തിൽ ജീവിക്കാൻ കഴിയില്ല, അവൾക്ക് നല്ലൊരു ലൈഫ് കാത്തിരിക്കുന്നുണ്ട്, സന്തോഷമായി ജീവിക്കണമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ അവൾ അവനെ തടയാണ്. അവൻ എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് അവൾ അവളുടെ ഇഷ്ടം തുറന്നു പറയുന്നു. അവളെ ഇനിയും വിഷമിപ്പിക്കാൻ തയ്യാറാവാതെ അവനും അവളുടെ അടുത്ത് അങ്ങനെ ഹാപ്പിയായി തന്നെ അക്സെപ്റ്റ് ചെയ്ത് അവൾ കൂടെ ഉണ്ടല്ലോ എന്ന ധൈര്യത്തിൽ മുന്നോട്ട് ജീവിക്കാനായി ഒരുങ്ങുന്നു. അങ്ങനെ അവർ കിസ് ചെയ്യുന്ന സമയത്ത് അവളുടെ കൺമുന്നിൽ വെച്ച് വീണ്ടും അവൻ ഒരു പൂച്ചയായി മാറുന്നു. 9 വർഷങ്ങൾ പൂർത്തീകരിക്കാനായി കുറച്ച് നാളുകളും കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ താൻ ഇനി ഒരു കാറ്റ് ഹ്യൂമനായി തന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നവൻ അറിയാമെങ്കിലും തന്റെ ആ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവളെ വിഷമിപ്പിച്ച് ഇഷ്ടം കണ്ടില്ല എന്ന് നടിക്കാനായി അവന് കഴിയുമായിരുന്നില്ല. അങ്ങനെ അവർ പ്രണയിക്കാനായി ആരംഭിക്കുന്നു. അവരുടെ പ്രണയം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കുന്ന ഷവോയും അത് കണ്ട് ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ അവർ പ്രണയിച്ച് ജീവിക്കുന്ന ഒരു ദിവസം ന്യൂ ഇയർ സെലിബ്രേഷന്റെ ഭാഗമായി ഫയർ വർക്ക്സ് കാണാനായി അവർ പോയി നിൽക്കുന്ന സമയം മിയ സന്തോഷത്തിൽ അവനെ കിസ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും അവൻ ഇപ്പൊ പൂച്ചയായി മാറുമല്ലോ, ഇത്രയും പേര് ഇവിടെ ഉണ്ടല്ലോ, ആരെങ്കിലും കണ്ടാലോ എന്ന പേടിയിൽ രണ്ടുപേരും നിൽപ്പുണ്ടെങ്കിലും അവൻ ആ സമയത്ത് പൂച്ചയായി മാറിയിരുന്നില്ല. കാരണം അപ്പോഴേക്കും അവന്റെ ശാപം കാറ്റ് ഗോഡ് മാറ്റിയിരുന്നു. അവന്റെ പ്രണയത്തിന്റെ സത്യസന്ധത മനസ്സിലാക്കിയാണ് അത്തരമൊരു ആനുകൂല്യം അവന് നൽകിയത്. ഈ സമയത്ത് കാറ്റ് ഗോഡിന്റെ അടുത്ത് ഷാവോ സംസാരിക്കുന്ന ടീം നമ്മുടെ റൂൾസ് മാറ്റിയതിൽ കുഴപ്പമാവില്ല എന്ന ഒരു കാര്യം തിരക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ. കൂടാതെ ഒരാളെ നമ്മൾ ശാപത്തിൽ നിന്ന് മുക്തരാക്കിയപ്പോ നമുക്ക് രണ്ടുപേരെ ഇരയായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ ഒരു പ്രശ്നങ്ങൾ നടക്കുന്ന ടീം മീ ആക്രമിക്കാനായി നോക്കിയ ജെഫിനെയും വേയെയും ഷാവോ അടിച്ച് അവർക്കും ശാപം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാര്യം വെച്ച് ഇവരെ ഉപദ്രവിക്കാൻ നോക്കിയ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പണി അതാ. രണ്ടെണ്ണവും കൂടി ഇനി ശാപം കൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കട്ടെ, അപ്പോഴെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്നുള്ള അവരുടെ ചിന്ത ഇല്ലാണ്ടാകുമല്ലോ എന്ന് പറഞ്ഞവർ പരസ്പരം ചിരിക്കുന്നു. അങ്ങനെ ഒരു പൂച്ചയാണ് ലിയാങ് എന്ന് അറിഞ്ഞിട്ടും അവനോടുള്ള സത്യസന്ധമായ ഇഷ്ടം കൊണ്ട് അവനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച മായയുടെ സത്യസന്ധമായ സ്നേഹം കൊണ്ട് അവന്റെ ശാപം മാറിയിരിക്കുന്നു. അങ്ങനെ അവർ ഹാപ്പിയായി ഒന്നിച്ച് ജീവിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.